കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ ചിരകിയത് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. കുറച്ച് കരിവേപ്പില, മുളക് പൊടി, ഉപ്പ്, പുളി, ചുവന്നുള്ളി, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ചിരകിയ തേങ്ങ ഈ ചീനച്ചട്ടിയിലിട്ട് ഇളക്കി ബ്രൗൺ കളറാകുന്നവരെ ആക്കണം. സിമ്മിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. 2-3 ചുവന്നുള്ളി തോല് കളഞ്ഞതും ഇതിലേക്ക് ആദ്യം തന്നെ ഇടാം. അതും ഇതിൻ്റെ കൂടെ വറുത്തിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. കരിവേപ്പില ഒരു 200 ഗ്രാമൊക്കെ ഇടാം. 2-3 ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കരിവേപ്പില നല്ല പോഷകപ്രദമാണല്ലോ. പൊടിയായിട്ട് അകത്തേക്ക് കഴിക്കാൻ നല്ലതാണ്. തേങ്ങ ഒരു ബ്രൗൺ ആകാറാകുമ്പോഴത്തേക്കും കരിവേപ്പിലയും കൂടെ ഇട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി വറുത്ത് എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊടിയായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ, ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തേങ്ങ കരിവേപ്പില ഇട്ട് ചമ്മന്തിപ്പൊടി ആക്കാം. അല്ലാതെ ഞാൻ ഇതിനകത്ത് ചെമ്മീനും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ പൊടിയാണ്. പിന്നെ ചോറിനൊക്കെ എടുത്ത് കൂട്ടാൻ നല്ലതാണ്. ഇത്തിരി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഞാൻ 1 സ്പൂൺ. ഇട്ട് ഇളക്കി ഒരു ഇതാകുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് 1 സ്പൂൺ ഇടും. പിന്നെ കുറച്ച് വാളംപുളി, ഒരു ഉരുള വാളംപുളി, ഒരു 10 ഗ്രാമൊക്കെ ടേസ്റ്റിന് വേണ്ടിയാണ്, അതും ഇടാം. ഈ കരിവേപ്പിലയൊക്കെ ഉണങ്ങി നല്ല കൈ കൊണ്ട് പൊടിക്കാൻ പാകത്തിന് അതുപോലെ വരെ ആക്കണം. കൈ കൊണ്ട് എടുത്ത് നോക്കിയാൽ നല്ല പൊടിയായിട്ട് വരും. അതാണ് പാകം. പുളിയിട്ട് അത് കഴിഞ്ഞ് ആണ് മുളക് പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഒരു 3 സ്പൂണിനാണ് ഞാനിടുന്നത്. ഇതെല്ലാം കൂടി ഇളക്കി തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ചീനച്ചട്ടി തന്നെ ഉണക്കച്ചെമ്മീൻ വറക്കാനായിട്ടിട്ടു. ഉണക്കച്ചെമ്മീൻ്റെ തലയാണ് കൂടുതലെടുത്തിരിക്കുന്നത്. അപ്പം അത് നല്ലപോലെ, ഇതിന് എണ്ണ ഒഴിക്കണമെന്നില്ല, ചീനച്ചട്ടിയിലിട്ട് വെറുതെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. ഇതും തണുത്ത് കഴിയുമ്പോൾ രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് പൊടിച്ച് എടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തേങ്ങ, കരിവേപ്പില വറുത്ത മിക്സ് ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീനും കൂടെ ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലെ ഈ പരുവത്തിൽ കിട്ടും. ഒത്തിരി അങ്ങോട്ട് നേർമയായിട്ട് പൊടിയണ്ട, ഇത്തിരി തരിതരിപ്പൊക്കെ വേണം. കരിവേപ്പില കൂടുതൽ ചേർത്തുകൊണ്ടാണ് ആ ഒരു കറുപ്പ് കളർ, അല്ലെങ്കിൽ ചുവന്ന കളറിൽ കിട്ടിയത്. അപ്പോൾ ഇത് ഞാനൊരു 2-3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത്. ആദ്യം തേങ്ങ, കരിവേപ്പില മിക്സ് ഇട്ട് തിരിച്ച് കഴിയുമ്പോഴത്തേക്കും ചെമ്മീൻ വറുത്തതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും.
അപ്പോൾ ഇത് ഒരു തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലോ പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ കുറേ നാൾ ഒരു 5-6 മാസം വരെ കേടാകാതെ ഇരിക്കും. ചോറിനും അതിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.